ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അഗ്രീയിങ്ങും ഡിസഗ്രീയിങ്ങും റെസ്പോണ്ടിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാം മാജിക് ഷോ, ഇന്ദ്രജാല പ്രദർശനം. ദാറ്റ് മാജിക് ഷോ വാസ് റിയലി ത്രില്ലിംഗ്. ആ ഇന്ദ്രജാല പ്രദർശനം യഥാർത്ഥമായും കോരിത്തരിപ്പിക്കുന്നതായിരുന്നു. യെസ്, ഐ നോ, ഐ അഗ്രി, എവ്രി വൺ എൻജോയ്ഡ്. അതെ, എനിക്കറിയാം, ഞാൻ അതിനോട് യോജിക്കുന്നു, ഏവരും അതിനോട് ആസ്വദിച്ചു. ബട്ട് ഡോണ്ട് യു തിങ്ക് ഇറ്റ് ഈസ് ടു എക്സ്പെൻസീവ്? എന്നാൽ അത് വളരെ ചിലവേറിയതാണെന്ന് താങ്കൾ കരുതുന്നില്ലേ? ഐ ആം നോട്ട് ഷുവർ ഓഫ് ഇറ്റ്. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് ഉറപ്പില്ല, ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഐ തിങ്ക് വി ക്യാൻ കോൾ ഹിം നൗ ഇറ്റ്സെൽഫ്. നമുക്ക് അയാളെ ഇപ്പോൾ തന്നെ വിളിക്കണമെന്ന് ഞാൻ കരുതുന്നു. റൈറ്റ്, യു ആർ റൈറ്റ്. താങ്കൾ പറയുന്നത് ശരിയാണ്. ദാറ്റ്സ് റൈറ്റ്, ലെറ്റ് കോൾ ഹിം റൈറ്റ് നൗ. അതെ, ശരിയാണ്, നമുക്കിപ്പോൾ തന്നെ അയാളെ വിളിക്കാം. കംപ്ലൈനിങ് ടു ദ പോലീസ്. പോലീസിന് പരാതി ബോധിപ്പിക്കൽ. യു മസ്റ്റ് ബി ജോക്കിംഗ്. ഹി വിൽ നോട്ട് ബി ഇൻ ഹിസ് ഹൗസ്, വി ഓൾ നോ. നിങ്ങൾ തമാശ പറയുക ആയിരിക്കണം. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ടാവില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യു ഷുഡ് കംപ്ലൈൻ ടു ദ പോലീസ്. നിങ്ങൾ പോലീസിൽ പരാതിപ്പെടണം. ഐ സപ്പോസ് സോ, ബട്ട് ഞാൻ അങ്ങനെ കരുതുന്നു. എന്നാൽ ഐ ആം സോറി, ഐ കാൺട്ട് അക്സെപ്റ്റ് ദാറ്റ് ദിസ് ഈസ് ദി ബെസ്റ്റ് സൊല്യൂഷൻ. ഇത് ഏറ്റവും നല്ല പരിഹാരമായി സ്വീകരിക്കാൻ ആവില്ലെന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയ അഗ്രീയിങ് ഡിസഗ്രീയിങ് റെസ്പോണ്ടിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിൻ്റെ ഫസ്റ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കും. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളെൻ്റെ പുതിയ ചാനലായ കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ അക്കൗണ്ട്സിൻ്റെ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസിയും സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി ടിപ്സുമാണ് ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആ ചാനലും കൂടി ഒന്ന് കണ്ടു നോക്കുക. അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ എൻ്റെ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും കൂടിയൊക്കെ ഒന്ന് പറയുക ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന്. അക്കൗണ്ട്സിൻ്റെ ക്ലാസ് ആയാലും ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആയാലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി അവരോടൊന്ന് പറയുക. അവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അതിൻ്റെ വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് അത് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ടാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം ആരെങ്കിലും ഇപ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് വന്നിട്ട് അഗ്രീയിങ്ങും ഡിസഗ്രീയിങ്ങും റെസ്പോൺസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. അതിൻ്റെ മുമ്പിലത്തെ ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. കാണാത്തതുണ്ടെങ്കിൽ ആദ്യം ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, സീ യു.